നമ്മൾ ചന്ദ്രനിൽ പോയിട്ട് ഓക്സിജൻ സിലിണ്ടറൊക്കെ തൂക്കി വെച്ച് വസ്ത്രങ്ങളിട്ട് അത്ര -डिग्री തണുപ്പിൽ അവിടെ ചെല്ലണത്. മനുഷ്യ മനസ്സും ആത്മീയതയും എന്നുള്ളതാണ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞത്. ഇവിടെ ഗുരുവിന് ആവശ്യമുള്ള ആകെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. പണ്ട് രാജാക്കന്മാർക്ക് ഗുരുക്കന്മാരെ ആവശ്യമുണ്ടായിരുന്നു. ഇന്ന് പെരിങ്കള്ളന്മാർക്ക് ഗുരുവിനെ ആവശ്യമില്ല. ഈ വിമാനത്തിന്റെ ആശയം പോലും വരുന്ന എവിടുന്നാണ്? പുരാണങ്ങളിൽ നിന്നാണ്. ഈ പലപ്പോഴും ക്വാണ്ടിറ്റി കൂടുതൽ ഉപയോഗിക്കുന്നു, പക്ഷെ അതിനകത്ത് ക്വാളിറ്റി എടുക്കാതെ വരുന്നതാണ്. സാന്ദ്രാനന്ദാവ ബോധാത്മകമനുപമിതം, വിഭജിക്കാൻ പറ്റില്ല, ഭജിക്കാൻ പറ്റാത്തതിനെ ഭഗവാനെ എന്ന് വിളിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളോട് പലരും പറഞ്ഞിട്ടുണ്ടാവും, എന്തോ ചില ശകലം വട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? എന്തോ ഒരു അബ്നോർമൽ അല്ലേ? ഇനി അബ്നോർമൽ നമ്മൾ വേറൊരു വെർഷൻ എടുക്കണം. യെസ്, ഞാൻ അബ് നോർമലാണ്. ഇവിടെ ഒരു മെഡിറ്റേഷൻ ആചാര്യൻ ഉള്ളത് കൊണ്ട് തന്നെ തസ്മൈ ഗുരുജിയോട് ഇത് SMS മെഡിറ്റേഷനിലൂടെ സാധ്യമാണോ? സാറിനോട് പൂർണ്ണ ബഹുമാനത്തോടുകൂടി എനിക്കൊരു കാര്യം പറയാൻ ആഗ്രഹമുണ്ട്. ഈ പുസ്തകം ഞാൻ സാറിന് തരികയാണ്. സാർ ഇതൊന്ന് വായിക്കണം. ഇതൊരു 8 വയസ്സുള്ള എൻ്റെ ശിക്ഷണത്തിൽ മെഡിറ്റേഷൻ ചെയ്ത ഒരു കുട്ടിയുടെ മെഡിറ്റേഷൻ അനുഭവമാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. സാർ ഈ പറയുന്ന 8 തലമൊക്കെ ആ കൊച്ചു ക്രോസ് ചെയ്തു പോയി. 8 വയസ്സേ ഉള്ളൂ. അതാ കൊച്ചു ബുക്കിൽ വളരെ വ്യക്തമായിട്ട് പോയ സ്ഥലവും യാത്ര ചെയ്തതും ഒക്കെ എഴുതിയിട്ടുണ്ട്. സാറ് പറയുന്നതും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സയൻസിൻ്റെ തലത്തിലേ നിന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിനാണ് ഈ സയൻസിൻ്റെ എക്യുപ്മെൻറ്റ് വെച്ച് നമ്മളുടെ പരിധിക്ക് അപ്പുറത്ത് പോകാൻ കഴിവുള്ളതിന് നമ്മുടെ പരിമിതിയിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ സയൻറ്റിഫിക്കലി പറയുന്ന ഏത് ഉപകരണവും ആവട്ടെ, അത് നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കണം. നമ്മൾ ചന്ദ്രനിൽ പോയിട്ട് ഓക്സിജൻ സിലിണ്ടറൊക്കെ തൂക്കി വെച്ച് വസ്ത്രങ്ങളിട്ട് അത്ര -डिग्री തണുപ്പിൽ അവിടെ ചെല്ലണത്. നമുക്കവിടെ പോയി ഇരിക്കാൻ പറ്റില്ല. എന്നിട്ട് ഈ വസ്ത്രങ്ങളെല്ലാം ഇട്ട് നമ്മളവിടെ പോയി എന്തൊക്കെയോ പറന്ന് നടന്ന് നമ്മുടെ ഡയമെൻഷൻ പോലും അല്ല അത്. നമ്മളവിടെ നിന്ന് എന്തോ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സാധ്യമാവില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഡയമെൻഷനിൽ, 3rd ഡയമെൻഷനിൽ നമ്മൾ വെറുതെ ധ്യാനിച്ചിരുന്നുകൊണ്ട് ചന്ദ്രനിൽ പോയിട്ട് അവിടെ ഉള്ളത് അവിടെ നിന്ന് പോയി കണ്ടതിനേക്കാൾ വ്യക്തമായിട്ട് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞത് സാറ് കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ ഇല്ലേ? ഗ്രഹങ്ങളിൽ എത്ര ഉണ്ടായിരുന്നു, നക്ഷത്രങ്ങൾ എത്ര ഉണ്ടായിരുന്നു, എത്ര കോടി നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇതുപോലൊരു ഗുരു പരമ്പരയാണ് എനിക്കും ഈ അനുഗ്രഹം തന്നത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഞാൻ കേരളത്തിൽ ജനിച്ചു പോയതുകൊണ്ട് അബാക് മീഡിയയ്ക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റുള്ളൂ. വലിയ ഭാഗ്യം നിങ്ങൾക്ക് മാത്രമേ. അതുകൊണ്ടാണല്ലോ നിങ്ങളിങ്ങനെ അടിക്കടി ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളൊരു ഗുരുവിനെ കൈ പിടിച്ചുകൊണ്ട് പോവുക. ഇവിടെ ഗുരുവിന് ആവശ്യമുള്ള ആകെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. പണ്ട് രാജാക്കന്മാർക്ക് ഗുരുക്കന്മാരെ ആവശ്യമുണ്ടായിരുന്നു. ഇന്ന് പെരിങ്കള്ളന്മാർക്ക് ഗുരുവിനെ ആവശ്യമില്ല. കാരണം അതിലും വലിയ കുടിലതന്ത്രം അറിയാവുന്നവർ അവരുടെ കൂടെയുണ്ട്. പിന്നെ നമ്മുടെ ആവശ്യം എന്താ ഉള്ളത്? നമ്മൾ സാമാന്യ ജനങ്ങൾക്ക് ആർക്കും ആവശ്യമില്ല. ഈ വന്നിരിക്കുന്നത് ആത്മീയത കേൾക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് എനിക്കൊന്നും സംസാരിക്കാൻ തോന്നില്ല. വളരെ ആസ്വദിച്ച് സന്തോഷമായിട്ടിരിക്കുക. കാരണം അലക്സാണ്ടർ സാറ് പറയുന്നതിനകത്ത് എല്ലാം ഉണ്ട്. അനുഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പറയുന്നതെല്ലാം പെർഫെക്റ്റ് കാര്യങ്ങളാണ്. എനിക്ക് അനങ്ങാൻ പോലും തോന്നണില്ല, ഒന്നും സംസാരിക്കാനും തോന്നണില്ല. പിന്നെ SMS മെഡിറ്റേഷനിൽ എന്ത് കിട്ടുന്നുള്ളത് നിങ്ങൾ വന്ന് നോക്ക്. ഞാൻ വെറുതെ ഇരുന്ന് ഇങ്ങനെ പറയണ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ അവിടെ ഒരു സൈക്കോളജിസ്റ്റ് കൂടി ഇരിക്കുന്നുണ്ട്, ഡോക്ടർ ജയപ്രകാശ് സാർ. അതുകൊണ്ട് ശ്രീ, മനുഷ്യ മനസ്സും ആത്മീയതയും എങ്ങനെ കണക്റ്റ് ആവും? മനുഷ്യ മനസ്സും ആത്മീയതയും. ബഹുമാന്യ തസ്മൈ ഗുരുജി, ആദരണീയനായ അലക്സാണ്ടർ ജേക്കബ് സാർ, ഈ വേദിയിൽ എൻ്റെ ഇടവും വലവിരിക്കുന്ന മറ്റ് ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തിത്വങ്ങൾ, ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന സുമനസ്സുകളെ, എല്ലാവർക്കും ആദ്യമായിട്ടൊരു പുതുവത്സര ആശംസകൾ. ഈ ഒരു പുതുവത്സരത്തിൽ തന്നെ നമുക്ക് ഇതേപോലെ ഒരു ഒത്തുചേരൽ സത്യത്തിൽ ഒരു ആത്മീയ വചസ്സുകൾക്ക് മാത്രം, ഒരു പുണ്യാത്മാക്കൾക്ക് മാത്രം സംഭവിക്കുന്നതാണ്. സാധാരണ പുതുവർഷങ്ങളിൽ അടിച്ചുപൊളി ഡാൻസുകളും പ്രശ്നങ്ങളും ലഹരിയുടെ അതിപ്രസരവും ഒക്കെ നിൽക്കുമ്പോൾ ഈ ഒരു പാതയിൽ ഒരുപിടി ആൾക്കാർ ഈ ഹാളിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ഒരു ലോകത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന് പറയാം. ഏറ്റവും ക്വാളിറ്റിയുള്ള ആൾക്കാരുടെ ഒരു സംഗമമാണ്. അത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷതയായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച തസ്മൈ ഗുരുജി അടക്കം, അലക്സാണ്ടർ ജേക്കബ് സാർ അടക്കം
ചില വിഷയങ്ങളിലൂടെ കടന്നുപോയി. അതിൻ്റെ ചുവട് പിടിച്ച് തന്നെ ഞാനങ്ങോട്ട് പോകാം. മനുഷ്യ മനസ്സും ആത്മീയതയും എന്നുള്ളതാണ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞത് രോഹിത്. അപ്പോൾ ആദ്യം ഇവിടെ നമ്മൾ AI നിന്നാണ് തുടങ്ങിയത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുതൽ ഇന്നിപ്പോൾ നാം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹൈടെക് യുഗത്തിലാണ്. സത്യത്തിൽ ഇതൊക്കെ ചില പുരാതന കാലം മുതൽ നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടെത്തിയത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ അടങ്ങൽ ചെയ്തിരിക്കുന്നു. ആ റെഫറൻസിലൂടെയാണ് ഇന്ന് നാം കാണുന്ന എല്ലാ ഭൗതികതയും ഉത്ഭവിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ഈ AI-യുടെ വക്താവ് അല്ലെങ്കിൽ തലതൊട്ടപ്പൻ എന്ന് പറയുന്ന സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനാണ്. ഭഗവത്ഗീത ഏതാനും മിനിറ്റ് കൊണ്ട് സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു അർജുനന്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ചോദിക്കും, എങ്ങനെയാണ് കുറഞ്ഞ ഒരു സെക്കൻഡ് കൊണ്ട് ഇത്രയും വലിയ ഒരു ആശയത്തെ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്ത്? പുതിയൊരു തലമുറയെ സംബന്ധിച്ച് യുക്തിചിന്തയെ ചിന്തിക്കുമ്പം ഇതൊക്കെ കെട്ടുകഥയല്ലേ എന്ന് ചോദിക്കും. അന്ന് ട്രാൻസ്ഫർ ചെയ്താണ് ഇന്ന് പെട്ടെന്ന് കട്ട് പേസ്റ്റായിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയത്. അതൊരു കാലഘട്ടത്തിലിട്ട് എത്തി. അപ്പോൾ പുതിയതായിട്ടൊന്നും കണ്ടുപിടിച്ചതല്ല. പണ്ട് പുഷ്പക വിമാനത്തെയൊക്കെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരുന്നു അല്ലേ? ഈ വിമാനത്തിൻ്റെ ആശയം പോലും വരുന്ന എവിടെ നിന്നാണ്? പുരാണങ്ങളിൽ നിന്നാണ്. മനുഷ്യൻ്റെ മനസ്സിൽ അന്ന് കണ്ടെത്തിയത് ഇന്ന് പ്രാവർത്തികമാക്കുന്നു. ഇന്ന് നാം നേരിട്ട് കാണുമ്പോൾ അതിനെ അത്ഭുതമായിട്ടും കാണുന്നു. ഇനി ഈ പറയുന്ന വിവര സാങ്കേതിക വിദ്യയുടെയും ഹൈടെക് യുഗത്തിലേക്ക് എത്തുമ്പോൾ ഒന്നും മോശമല്ല. നമ്മൾ പലപ്പോഴും തള്ളിപ്പറയാറുണ്ടല്ലേ? നമ്മൾ സ്പീഡിൽ, നമ്മുടെ കാലഘട്ടം മാറി, ചിന്താഗതി മാറി. ആ സ്പീഡില്ലായിരുന്നുവെങ്കിൽ ഇതേപോലെ നമ്മളാരും ഇവിടെ എത്തുകയില്ലായിരുന്നു. പണ്ട് ജീവിച്ചിരുന്ന ഋഷീശ്വരന്മാർ, അതിജ്ഞാനികളായിട്ടുള്ളവർ, അവരുടെ ആശയങ്ങളൊക്കെ പ്രസരിപ്പിക്കുവാൻ എത്രയോ കാലങ്ങളെടുത്തു. സ്വാമി വിവേകാനന്ദനായിക്കോട്ടെ, ശ്രീരാമകൃഷ്ണ പരമഹംസരായിക്കോട്ടെ, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനായിക്കോട്ടെ, അവരുടെ ഉള്ളിലുണ്ടായിരുന്ന വിങ്ങിയിരുന്ന ആശയത്തെ തൻ്റെ സഹജീവികൾക്ക് പകർന്നു കൊടുക്കുവാൻ അവർ യാത്രകൾ എത്രയോ നടത്തിയിരുന്നു, കാൽനടയായി. എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് അല്പ ഒരാശയം ഒരു കോണിൽ നിന്ന് മറ്റൊന്നിൽ എത്തിയും എന്നിട്ടും ആൾക്കാർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നോക്കിയോളൂ, നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രത്തോളം കലിയുഗം അത്രത്തോളം സംഹാര താണ്ഡവം ആടുമെങ്കിൽ അത്രത്തോളം രക്ഷപ്പെടാനുള്ള സാധ്യതകളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മളതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ്. എപ്പോഴും ഈ ആധുനിക കാലഘട്ടത്തിലുള്ള സംഗതികളെ അതിൻ്റെ അതിപ്രസരം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കും പോലെ ക്വാളിറ്റി ആയിട്ട് ഉപയോഗിക്കുക, നോട്ട് ക്വാണ്ടിറ്റി. ഈ പലപ്പോഴും ക്വാണ്ടിറ്റി കൂടുതൽ ഉപയോഗിക്കുന്നു, പക്ഷേ അതിനകത്ത് ക്വാളിറ്റി എടുക്കാതെ വരുന്നതാണ് നമ്മുടെ ഈ തലമുറയ്ക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത്. അപ്പം ഭക്തിയെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ പറഞ്ഞു, സൈക്കോളജി ഉണ്ടായതും എല്ലാം ഇവിടെ നിന്നാണ്, ഈ പറയുന്ന ആത്മീയതയിൽ നിന്നാണ്. നമ്മുടെ എല്ലാ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നതിൻ്റെ ഒരു 1/3 പോലും ആധുനിക സൈക്കോളജിയിലോട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ആ സൈക്കോളജിക്കലായിട്ട് പറയുമ്പം പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. ഈ ഗ്രന്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വലിയ പിടിയൊന്നുമില്ല, പക്ഷേ പാരായണം ചെയ്ത് പോകുന്നുണ്ട്. കഥയ്ക്കുള്ളിലെ കഥയിലേക്ക് എത്തിയില്ല. ഇപ്പോൾ ഇവിടെ നാരായണീയം വായിക്കുന്ന ഒരുപാട് മനപ്പാടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലേ? ചില വരികൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. നാരായണീയത്തിൻ്റെ പ്രഥമ ശ്ലോകം തന്നെ നമുക്കറിയാമല്ലോ അല്ലേ? സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസ സഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാരി സാക്ഷാത് ഗുരു പവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഇത് പറഞ്ഞ് കണ്ണിൽ ഈർന്നണിയുമ്പോൾ ഇടയ്ക്കൊരു ലൈൻ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു. അസ്പഷ്ടം ദൃഷ്ടമാത്രേ. എന്താണത്? അസ്പഷ്ടം. ഒന്നുകൂടെ ലയിക്കാം താഴോട്ട്. സ്പഷ്ടമല്ലാത്തത്, അദൃശ്യമായത്. അസ്പഷ്ടം ദൃഷ്ടമാത്രേ എന്നുവെച്ചാൽ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതിനെ ഉൾക്കണ്ണുകൊണ്ട് കാണാൻ കഴിവുള്ള, ആ ബ്രഹ്മതത്വം ഗ്രഹിക്കാൻ കഴിവുള്ള പുരുഷാർത്ഥം മനുഷ്യജന്മം സിദ്ധിച്ച നീ ഹന്തഭാഗ്യം ജനാനാം. ഇത്രയും ഭാഗ്യം പിന്നെ എന്ത് വേണമെന്ന്? ഇന്ന് ഈ ഭൗമമണ്ഡലത്തിൽ കാണുന്ന, ഈ ദൃഷ്ടിയിൽ കാണുന്ന പലതും എല്ലാം തന്നെ മനുഷ്യൻ്റെ ഉൾക്കണ്ണിൽ കണ്ടതാണ് പുറത്ത് സൃഷ്ടിച്ചത്. ഈ കഴിവുള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ. ഓർക്കുക, ഈ ഭൗമമണ്ഡലത്തിൽ 84 ലക്ഷത്തിൽ പരം സ്പീഷീസ് ഉണ്ടെന്നാണ് പറയുക. മോർ ദാൻ 84 lakhs ഓഫ് സ്പീഷീസ് ഇൻ ദിസ് വേൾഡ്. അതിൽ ഒരു ജീവിയാണ് മനുഷ്യൻ. എന്താ ഈ മനുഷ്യന് മാത്രമുള്ള പ്രത്യേകത? മനുഷ്യൻ കഴിഞ്ഞാൽ പിന്നെ ഊർജമാണ്, എനർജിയാണ്, നിരാകാരിയായ പ്രപഞ്ചമാണ്, ശക്തിയാണ്. ദൈവത്തിന് ഒരൊറ്റ ഭാഷകളിൽ ഒറ്റ പെർസ്പെക്റ്റീവേ എല്ലാ മതങ്ങളും പറയാറുണ്ട്. എന്താ പറയുന്നത്? നിരാകാരിയാണ്, ആകാരമില്ല. സർവശക്തനാണ്, സർവവ്യാപിയാണ്. ഇത് തന്നെയാണ് ഫിസിക്സിൽ പറയുന്നത്. എന്താ ഫിസിക്സിനെ എന്താ പറയുന്നത്? എനർജി കനോട്ട് ക്രിയേറ്റർ നൈഡർ ഡിസ്ട്രോയിഡ്, ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ടു വൺ ഫോം ടു അനദർ ഫോം. ഒരവസ്ഥയിൽ നിന്ന് മറ്റു ട്രാൻസ്ഫർ ചെയ്യാം, ജസ്റ്റ് ലൈക്ക് ആൻ ഇലക്ട്രിസിറ്റി.
അപ്പോൾ ഈ ദൈവം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചശക്തിയാണ്, എല്ലായിടത്തും അടങ്ങിയിരിക്കുന്നു. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് 3 ഘടകങ്ങളുടെ ഒരു കോമ്പിനേഷനാണ്. ജീവശരീരമെല്ലാം, അതൊരു സസ്യമായാലും ഒരു ഉറുമ്പായാലും ഒരു ആനയായാലും നമ്മളായാലും 3 ഘടകങ്ങളുടെ കോമ്പിനേഷൻ കൺസിസ്റ്റൻ്റായിട്ട് നിലനിർത്തുമ്പോഴേ ജീവസത്വതാകുന്നുള്ളൂ. ഏതൊക്കെയത്? സോളിഡ്, ലിക്വിഡ് ആൻഡ് എനർജി. ഖരം, ദ്രാവകം, ഊർജം. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ധാരണ നമുക്കുണ്ട്. ഖരാവസ്ഥയിലുണ്ട് നമ്മുടെ ശരീരം, ദ്രാവകാവസ്ഥയിലുണ്ട്, ഊർജ്ജമുണ്ട്. ഇതിൽ വിഭജിക്കാൻ പറ്റാത്തത് ഏതാ? മുറിക്കാൻ പറ്റാത്തത്, മുറിച്ച് മാറ്റാൻ പറ്റാത്തത് എനർജിയാണ്, അല്ലേ? അതുകൊണ്ട് നമ്മളെല്ലാം കണക്റ്റഡ് അല്ലേ? എല്ലാ ജീവജാലങ്ങളുള്ള ജീവനെല്ലാം കണക്റ്റഡ് ആണ്. അപ്പം വിഭജിക്കാൻ പറ്റില്ല, ഭഗിക്കാൻ പറ്റാത്തതിനെ ഭഗവാനെ എന്ന് വിളിക്കുന്നു. ഭഗിക്കാൻ പറ്റാത്ത ഊർജത്തെ ഭഗവാനെ എന്ന് വിളിക്കുന്നു. കാണാൻ പറ്റാത്തത് കൊണ്ട് പല പേരിട്ടാണ് ഇതിനെ നാമരൂപത്തിലാണ് മനസ്സിലാക്കുന്നത്. ഇലക്ട്രിസിറ്റി ഊർജം, ആ ഊർജമാണ്. അതിനെ മനസ്സിലാക്കാൻ പല പേരിലൂടെയല്ലേ നമ്മൾ അറിയുന്നത്. എന്തൊക്കെ പേരിൽ പറയാറുണ്ട് മലയാളത്തിൽ തന്നെ? വൈദ്യുതി, വിദ്യുച്ഛക്തി, കറണ്ട്, അല്ലേ? പിന്നെ ബിജലി. അങ്ങനെ ലോകത്ത് നിരവധി ഭാഷയിലൂടെ പറയുമ്പോഴും ഏകം സത് വിപ്രാ ബഹുധാ വദന്തി, എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന സത്തൊന്നാണ്. ഇതേപോലെ ഭഗവാന്മാർക്കും പല പേരുണ്ട്. എന്തൊക്കെ പേരുണ്ട് ഭഗവാന്മാർക്ക്? മറന്നുപോയാ? പക്ഷെ ഇങ്ങനൊന്നും ആയിരുന്നില്ല. രാവിലെ നിലവിളിച്ചിട്ടല്ലേ വന്നത്? കൃഷ്ണ, ഗുരുവായൂരപ്പ, ഗോവിന്ദ, അല്ലെങ്കിൽ ഭഗവതി, കാർത്യായനി. ഇനി അതും കഴിഞ്ഞാൽ വിഷ്ണുവുണ്ട്, ക്രിസ്തുവുണ്ട്, അള്ളാഹുവുണ്ട്. എല്ലാം ഒന്നാണ്. കാണാൻ പറ്റാത്തത് കൊണ്ട് കാണുന്ന രൂപേണ ചില പേരിട്ടിരിക്കുന്നു. ഇനി നമുക്കിട്ടിരിക്കുന്ന പേരോ? നമുക്ക് ഓരോരുത്തർക്കും നാമം വിട്ടിട്ടില്ലേ? ജനിച്ചപ്പോൾ പേരുണ്ടായിരുന്നോ? ജനിച്ച സമയത്ത് നമ്മുടെ പേര് ബേബി ഓഫ് സോ ആൻഡ് സോ. 28-ന് അന്ന് നാമകരണം ചെയ്തു വിലാസിനി. അന്ന് തൊട്ട് നമ്മൾ വിലാസിനിയായി. അങ്ങനെ കുറേ നാൾ കഴിയുമ്പം നമ്മുടെ ദേഹം വെടിഞ്ഞ് കഴിയുമ്പോൾ പറയും വിലാസിനി പോയി. അപ്പോൾ ആരാ ഞാൻ? സോളിഡാണോ അല്ലെങ്കിൽ ദ്രാവകമാണോ ഊർജമാണോ? ഊർജം. അപ്പോൾ ഊർജം ഇവിടെ നിലനിൽക്കുന്നു. നമ്മുടെ ശരീരം പോയാലും ഊർജം ഇവിടെ നിൽക്കുന്നു. അപ്പം ആരാണ് ഞാൻ എന്ന് പണ്ട് നമ്മുടെ പപ്പു ചോദിച്ചായിരുന്നല്ലേ? താൻ ആരാണെന്ന് തനിക്കറിയില്ല, താൻ എന്നോട് ചോദിക്ക് ഞാൻ ആരാണെന്നും താരാണെന്നും. അപ്പം നമ്മൾ ആരാണെന്ന് മനസ്സിലായോ? ആരാ? എനർജിയാണ്. ഈ എനർജിയെ എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ തലച്ചോറുകൊണ്ട് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് മനുഷ്യ മസ്തിഷ്കത്തിന് മാത്രമുള്ളൊരു പ്രത്യേകത. നമ്മുടെ ചിന്ത ഒരു ഊർജ്ജമാണ്, ഇമോഷൻ ഒരു ഊർജ്ജമാണ്. ഈ ഊർജ്ജയിലൂടെ എന്തിലേക്കാണോ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അത് നമ്മളിലേക്ക് എത്തപ്പെടുന്നു. ഇതിനെ ആധുനിക കാലഘട്ടത്തിൽ സൈക്കോളജിയിലെ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയും. ആകർഷണ നിയമം. നമുക്ക് ചുറ്റും ഒരു ആകർഷണ നിയമമുണ്ട്. അപ്പോൾ എല്ലായിടത്തും അടങ്ങിയിട്ടുള്ള നിരാകാരിയായിട്ടുള്ള ഊർജ്ജം എവിടെയും അടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ഉള്ളിലും അടങ്ങിയിട്ടുണ്ട്. ഇതിനെ മുറിക്കാൻ പറ്റില്ല. അതാണ് തത്വമസി, അത് നീ തന്നെയാകുന്നു. നമ്മൾ വളരെയേറെ കഷ്ടതകളും യാതനകളും ഒക്കെ അനുഭവിച്ച് ശബരിമലയിൽ പോയി 18-20 മണിക്കൂറൊക്കെ അങ്ങനെ ക്യൂ നിന്ന് പോലീസുകാരുടെ ഉന്തും തള്ളുമൊക്കെ കൊണ്ട് ആ നടയിലോട്ട് കയറി ചെല്ലുകയാണ്. 18-ാം പടി കഴിഞ്ഞ് മുകളിലോട്ട് ചെല്ലുമ്പോൾ ആദ്യം വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എന്ത്? തത്വമസി. നീ എന്തിനെ കഷ്ടപ്പെട്ട് തേടി വന്നോ അത് നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. പക്ഷേ ചിലർക്ക് ചില ക്ലേശങ്ങളൊക്കെ അനുഭവിച്ചാലേ അത് അറിയാൻ പറ്റും. അപ്പോൾ എവിടെ ഉണ്ടെന്ന് വെച്ചാൽ എല്ലായിടത്തുമുണ്ട്. ചില സ്ഥലങ്ങളിൽ അതിൻ്റെ ഊർജ്ജ പ്രഭാവത്തിന് വ്യത്യാസമുണ്ടാകും. അതിനെ ഗ്രഹിക്കാനാണ് നമ്മൾ ദേവാലയങ്ങളിലും ആരാധന അനുഷ്ഠാനങ്ങളിലും ഒക്കെ പോകുന്നത്. ഇനി ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഭക്തി. അപ്പോൾ ഭക്തിയെപ്പറ്റി പല വിഷയങ്ങളും നമ്മളിവിടെ സംസാരിച്ചവരാണ്. എന്താ ഭക്തി? ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയുടെ ആദ്യത്തെ ഗ്രൗണ്ടാണ്. കാണാൻ പറ്റാത്തൊരു ശക്തിയെ കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബുദ്ധി കൊണ്ടാണ് കാണുന്നത്, ഉൾക്കണ്ണുകൊണ്ടാണ് കാണുന്നത്. മഹായോഗീശ്വരന്മാർ പറയും, കാഴ്ചയില്ലായ്മയല്ല ഒരു മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഏറ്റവും വലിയ ശാപം. ഈ 2 കണ്ണുണ്ടായിട്ടും ഉൾക്കാഴ്ചയില്ലായ്മയാണ്. ഈ ഉൾക്കാഴ്ചയിലൂടെ മാത്രമേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ, സ്പിരിച്വാലിറ്റിയിൽ എത്താൻ പറ്റുള്ളൂ. എന്താണ് സ്പിരിച്വാലിറ്റി എന്ന് ചോദിച്ചാൽ അതിനൊരു ഡെഫിനേഷൻ: സ്പിരിച്വാലിറ്റി ഈസ് ദ റൈറ്റ് നോളജ് അബൌട്ട് യുവർ മൈൻഡ്, യുവർ സോൾ. നമ്മളെന്താണ്, ഞാൻ ആരാണ് എന്നറിയാനുള്ള ആ തലത്തിലേക്ക് എത്തലാണ് സ്പിരിച്വാലിറ്റി. നിങ്ങൾ സ്പിരിച്വലായോ എന്നറിയാൻ ചില കാര്യങ്ങളിലൂടെ മനസ്സിലാകും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും നിങ്ങൾ സ്പിരിച്വൽ ആണോ എന്നുള്ളത്. പക്ഷേ ഇവിടെ ഇരിക്കുന്നവരിൽ ഏകദേശം അതായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇത്ര എത്തത്തില്ലല്ലോ. ഇവിടെ റിമി ടോമിയുടെ ഗാനമേളയൊന്നുമല്ലോ നടക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്പിരിച്വലാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളോട് പലരും പറഞ്ഞിട്ടുണ്ടാവും,
എന്തോ ചില ശകലം വട്ടുണ്ടെന്ന് തോന്നുന്നു. തോന്നിയിട്ടുണ്ടോ? എന്തോ ഒരു അബ്നോർമൽ അല്ലേ? ഇനി അബ്നോർമൽ നമ്മൾ വേറൊരു വെർഷൻ എടുക്കണം. യെസ്, ഞാൻ അപ് നോർമലാണ് എന്ന് വെച്ചാൽ അപ്പാണ്. നോർമൽ, നിങ്ങൾ നോർമലിലും അപ്പാണ്. അതുകൊണ്ടാണ് നിങ്ങളെ അബ്നോർമൽ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ക്രെഡിറ്റ് ആയിട്ട് എടുക്കാൻ സാധിക്കണം. അപ്പോൾ 6 പടികളാണ് താണ്ടേണ്ടത് പരമമായ സത്യത്തിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് കാണാൻ. അതിനെയാണ് ശിവം എന്ന് പറയുന്നത്. നമ്മൾ പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ടുണ്ട് ഭക്തിയിൽ. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭു. ശിവം എന്ന് പറഞ്ഞാൽ ഊർജം എന്നാണ് അർത്ഥം. പണ്ട് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുകയുള്ളൂ. നമ്മളെല്ലാവരും അടങ്ങിയ ശിവചൈതന്യം. ആ ശിവൻ നഷ്ടപ്പെട്ടാൽ എന്തായി മാറുന്നു? ബോഡി ശവമായി മാറുന്നു. ഏത് ജീവനിൽ നിന്ന് ശിവൻ നഷ്ടപ്പെട്ടുമ്പോൾ അത് ശവമായി മാറുന്നു. അപ്പം ശിവം മരിക്കാത്ത ശക്തിയാണ്, ശിവശക്തിയാണ്. അതിലേക്ക് ഉയരാൻ ഈ രൂപങ്ങളിലല്ലാതെ ഈ ഊർജത്തെ കാണാൻ 6 പടികളിലൂടെ പറ്റൂ. മനുഷ്യൻ എന്നും വിദ്യാർത്ഥികളാണ്, മരിക്കുവോളം വിദ്യാർത്ഥിയാണ്. മനുഷ്യൻ്റെ അന്നമെന്ന് പറയുന്ന വിദ്യയാണ്. ആ വിദ്യകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വിദ്യ എന്ന് പറയുന്നത്, ദ സുപ്രീം നോളജ് എന്ന് പറയുന്നത് ആത്മവിദ്യയാണ്. അതിൽ തൽപരരായതുകൊണ്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. മനസ്സിലാക്കുക, 6 പടികളിൽ 1ാമത്തെ പടി ജിജ്ഞാസയാണ്. ജിജ്ഞാസ, ക്യൂരിയോസിറ്റി ഉള്ളവർക്കേ വളരാൻ പറ്റൂ. ഒരു വിദ്യാർത്ഥിയുടെ ആദ്യ ലക്ഷണം ജിജ്ഞാസയാണ്. ഇപ്പോൾ ഇവിടെ അലക്സാണ്ടർ സാറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ? അദ്ദേഹത്തിൻ്റെ അറിവിനെ സംബന്ധിച്ച് നമുക്ക് ഇപ്പം ഇവിടെ വരുമ്പോൾ മാത്രമല്ല അറിയാവുന്നത്, അല്ലാതെയും ഒരുപാട് ചാനലും അദ്ദേഹത്തിൻ്റെ ഒന്ന് തുടങ്ങിയാൽ പിന്നെ ഒരു ഫ്ലോയാണ്, ഒഴുക്കാണ്. എവിടെ പിടിച്ചു നിർത്തണമെന്ന് അറിയില്ല. ഒരു വാഗ്ഭടനം നമ്മളിവിടെ കേട്ടല്ലേ? അക്ഷരാർത്ഥത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ഭടനാണ് അലക്സാണ്ടർ ജേക്കബ് സാറ്. ഏതൊരു വിഷയമെടുത്താലും അതിലുണ്ടാകുന്നൊരു ഫ്ലോ ആശ്ചര്യപൂർവ്വം നമ്മൾ കേട്ടിരുന്നു പോകും, കൗതുകപൂർവ്വം. അതും വളരെ സയൻറ്റിഫിക്കായിട്ട് കൃത്യമായി വേണമെങ്കിൽ എണ്ണി പറയും ചരിത്രങ്ങൾ. അപ്പോൾ പടി 6 ആദ്യത്തെ ജിജ്ഞാസ ഉണ്ടാകുക എന്നുള്ളതാണ്, ക്യൂരിയോസിറ്റി, ഒരു വളർച്ചയുടെ പടി. ആ ക്യൂരിയോസിറ്റി ഉള്ളവരാണ്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയത്. എന്താണ് ഈ രഹസ്യം? വീണ്ടും വീണ്ടും അറിയാനുള്ള ജിജ്ഞാസ. ഒരറിവിനും അന്തമില്ല. അതുകൊണ്ടാണ് വേദാന്തം എന്ന് പറയുന്നത്. വേദാന്തം നമ്മൾ കേൾക്കാട്ടല്ലേ? വേദം വെച്ചാൽ അറിവ്, അന്തമില്ല. അപ്പം വേദം അറിവ്. ന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ന ഇല്ല. അപ്പൊ വേദന എന്ന് പറഞ്ഞാലോ? വേദം അറിവ്. ന എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ. അതാണ് വേദന. ഏത് വേദനയ്ക്കും കാരണം അറിവില്ലായ്മയാണ്. അപ്പം നിങ്ങളും ആത്മവേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിനെ പറ്റി അറിയാത്തതുകൊണ്ടാണ്. ഒരു ഡോക്ടറെ സംബന്ധിച്ച് പറഞ്ഞാൽ ശരീരത്തിന് അസുഖമുണ്ടെങ്കിൽ, രോഗമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അത്രയും വേദന ഉണ്ടാവില്ല. കാരണം ആ ശാസ്ത്രം അദ്ദേഹത്തിന് അറിയാം. യെസ് ഓർ നോട്ട്? അപ്പോൾ വേദന എന്ന് പറയും നമുക്കുണ്ടാകാൻ കാരണം ആത്മാവിനെ അറിയാത്തതാണ്. അതിലേക്ക് ഈ പടിയിലോട്ട് കടക്കുമ്പം 1ാമത്തെ പടി ക്യൂരിയോസിറ്റി. അങ്ങനെ ജിജ്ഞാസയായിട്ട് നടക്കുന്നവരുടെ മുന്നിൽ ഒരു ഗുരു പ്രത്യക്ഷപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾ ആ ഗുരു സവിധത്തിലെത്തും. കാരണം നമ്മൾ വളരണമെങ്കിൽ ഒരു വഴികാട്ടിയായിട്ട് ഒരു ഗുരു ഉണ്ടാകണം. ആ ഗുരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരുട്ടിനെ മാറ്റി നമുക്ക് ക്ലിയറൻസ് തരുന്നതാണ്. അത് ഗുരുക്കന്മാർ വ്യത്യസ്തമായിട്ട് അതാത് കാലഘട്ടങ്ങളിൽ അവതരിക്കും. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ. വിഷയം പല ഇതാണെങ്കിലും നമുക്ക് ഡൈജസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ കഠിനമായ കാര്യങ്ങളെ മനസ്സിലാക്കി തരുന്ന ഒരു ഗുരുവിൻ്റെ അടുത്ത് നിങ്ങളെത്തും. ഇന്ന് നമുക്ക് ഭാരതം എന്ന് പറയുന്നത് നമുക്കറിയാം, ഗുരുക്കന്മാരുടെ പുണ്യഭൂമിയാണ്. അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ ഭാരതത്തെ തേടിയെത്തുന്നത്. ഓരോരുത്തർക്കും സഹജമായ രീതിയിൽ അറിയാനുള്ള കംഫർട്ടായിട്ടുള്ള ഗുരുക്കന്മാരുടെ അടുത്തെത്തും. 2ാമത്തെ പടിയാണ് ഗുരുസമാഗമം. 3ാമത്തത് ഗുരുവിൻ്റെ അടുത്തെത്തിയാൽ അടുത്ത പടിയിലേക്ക് നിങ്ങൾ കടക്കുന്നു. സാധന ചിട്ടപ്പെടുത്തി തരുന്നു ഗുരു. സാധനയാണ് 3ാമത്തെ പടി. അതുകൊണ്ടാണ് ഗുരുക്കന്മാർ, ഓരോ ഗുരുക്കന്മാർക്കും ഗുരുകുലത്തിലും മഠങ്ങളിലും ആശ്രമങ്ങളിലും വ്യത്യസ്ത സാധനാക്രമങ്ങളാണ്. അതായത് ഗുരുക്കന്മാർ ചിട്ടപ്പെടുത്തുന്നതാണ്. അത് ശിഷ്യർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് 3ാമത്തെ പടിയിലേക്ക് നമ്മൾ ഉയരത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ പടി ഏതായിരുന്നു? ജിജ്ഞാസ. 2ാമത്തത് ഗുരുസമാഗമം. 3ാമത്തത് സാധന. സാധകൻ ചെയ്ത് വളർന്നു വരുമ്പോൾ അതിനെയാണ് സ്വാധ്യായം എന്ന് പറയുന്നത്. സ്വയം അധ്യയനം ചെയ്യണം. ഒരു ഗുരുമുഖത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ പഠിക്കണം ശിഷ്യർ. അതാണ് സ്വാധ്യായം. വരുമ്പോൾ 4ാമത്തെ പടിയിലേക്ക് നമ്മൾ ഉയർന്നു. ആത്മീയ തലത്തിലേക്ക് എൻലൈറ്റ്മെൻറ്റിൻ്റെ 4ാമത്തെ പടിയാണ് സ്വാധ്യായം. സ്വാധ്യായം കഴിഞ്ഞ് അടുത്ത പടിയിലേക്ക് കിടക്കുകയാണ്. സ്വാധ്യായം കഴിയുമ്പോൾ അനുഭവങ്ങൾ കിട്ടിത്തുടങ്ങും, സൈൻ കിട്ടിത്തുടങ്ങും. ദൈവാധീനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ടല്ലേ? ഒരു ബസ് കാത്തിരിക്കും, പെട്ടെന്ന് കിട്ടുന്നു.
പെട്ടെന്ന് നമുക്ക് ഭക്ഷണം കിട്ടുന്നു, സൗഹാർദ്ദത്തോടെ പലരും ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ദൈവാധീനം എന്ന് പറയും. ചില സൈന്യങ്ങൾക്ക് നമുക്ക് കിട്ടാറുണ്ട്. ഇത് സ്ഥിരമാകുമ്പോഴോ അനുഭവങ്ങൾ കിട്ടി തുടങ്ങുന്നു. അതാണ് 4ാമത്തെ പടി.